ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെ നിറവുള്ള യൂണിഫോമിൻ്റെ ഒരു സ്കേർട്ടാണ് കേട്ടോ. അതായത് നമുക്ക് എത്രയാണോ നമ്മുടെ വിടുത്ത് വേണ്ടത് അതിൻ്റെ 3 ഇരട്ടിയാണ് നമുക്ക് തുണി വേണ്ടത്. പിന്നെ ലെങ്ത്ത് 1/2 ഇഞ്ച് മുകളിലോട്ടും താഴെ നമ്മളൊരു 3 ഇഞ്ച് മടക്കി അടിക്കാനും കൂടിയാണ് എടുക്കുന്നത്. പിന്നെ യൂണിഫോം 3 ഇഞ്ച് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അടിഭാഗത്ത് 3 ഇഞ്ച് എന്തിനാ വെച്ചാൽ ഈ കുട്ടികൾ പെട്ടെന്ന് വലുതാകും. പിന്നെ അപ്പോൾ ഈ കൊല്ലം അടിച്ചത് അടുത്ത കൊല്ലം ഇടണം. അപ്പോൾ വലുതാകുമ്പോൾ നീളം കൂട്ടി കൊടുക്കാനാണ് ഈ താഴെ ഭാഗത്ത് 3 ഇഞ്ചൊക്കെ നമ്മൾ പിന്നെ തയ്യൽ തുമ്പ് ഇട്ടുകാണ്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. ഉള്ളിലേക്ക് മടക്കിയാണ്ട് അടിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനേക്കാളും പിന്നെ 3.5 ഇഞ്ച് ആണ് വേണ്ടത്. കാരണം 1/2 ഇഞ്ച് മേലക്കും താഴെയിട്ട് 3 ഇഞ്ചും. പിന്നെ നമ്മൾ ബെൽറ്റിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 1.5 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അരൻ്റെ അവിടെ പട്ടൻ്റെ ഭാഗം നമുക്ക് വീതി എവിടെ എങ്ങനെ എടുക്കുക എന്ന് വെച്ചാൽ നമ്മളെ ഹിപ്പ് ലൂസ് ഉണ്ടല്ലോ, ഹിപ്പ് ലൂസിൻ്റെ അതാണ് നമ്മൾ പട്ട വീതി എടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളെ ഹിപ്പിൻ്റെ അവിടെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഹിപ്പ് ലൂസിൻ്റെ അവിടെ കൊടുക്കുന്നത്. നമുക്ക് ഹിപ്പ് ലൂസ് എത്രയാണോ വേണ്ടത് അതിനേക്കാളും 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ നേരിട്ട് ഡയറക്റ്റായിട്ട്, അതായത് 27 ഹിപ്പ് ലൂസ് എന്ന് വെച്ചെങ്കിൽ പിന്നെ അതിക്ക് 28, 29, കാരണം 2 സൈഡിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ 29 വിടുത്തിൽ അങ്ങനെ എടുക്കണത്. നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം, മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് പിന്നെ 1.5 ഇഞ്ചിൻ്റെ ആ ഒരു പട്ട തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ പട്ട നമുക്ക് വേണമെന്ന് വെച്ചെങ്കിൽ 4 ഇഞ്ചിൽ നമ്മൾ വിടുത്തെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ചെയ്യണത് എന്താ വെച്ചാൽ നമ്മൾ ആ നിറവ് ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അതിന് 2.5, 2.25, 2.5, 2.25 ആ രീതിക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി പോവുക. എന്നിട്ട് 2.5 നിന്ന് 2.25 മടക്കുക. മടക്കണത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഫുള്ള് വെക്കുക. എന്നാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേഗം ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും. ഇനി ഓരോ പോയിന്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മടക്കി കൊടുക്കുക. ഒരു ബോക്സ് ടൈപ്പിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഫുള്ള് ബോക്സ് പ്ലീറ്റ് ഇട്ടതിന് ശേഷം മാത്രം ബെൽറ്റ് വെച്ച് കൊടുക്കുക. ഇനി അത്ര കോൺഫിഡൻസ് ഉണ്ടെന്നെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ബെൽറ്റും വെച്ച് കൊടുക്കുക കേട്ടോ. അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണെന്ന് മാത്രം. പിന്നെ ക്യാൻവാസ് എപ്പോഴും ബെൽറ്റിന് വെച്ച് കൊടുത്താൽ ആ ഒരു കറക്റ്റിന് നല്ല മട്ടത്തിൽ നിന്നോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാൻവാസ് വെച്ചുകാണ്ട് ഇസ്തിരി ഇട്ടുകാണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ വെക്കും. ഇനി ഇതിൻ്റെ സൈഡിൽ ഞാൻ ഇൻവിസിബിൾ സിബ്ബാണ് കൊടുക്കുന്നത് കേട്ടോ. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആ ഒരു സൈഡിൽ ഒരു ഓപ്പൺ ഉണ്ടാകുമ്പോൾ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കൂലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻവിസിബിൾ സിബ്ബ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻവിസിബിൾ സിബ്ബ് എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്നൊക്കെ ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്ന് ഓടിച്ചിട്ട് കണ്ടുപോയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നിൽക്കും. എന്നാൽ പിന്നെ കുട്ടികൾക്ക് ഇനി അത് അഥവാറ്റ കുളത്ത് കൈയാണെന്ന് വെച്ചെങ്കിലും അത് അവിടെ തന്നെ കറക്റ്റായിട്ട് നിന്നോളും. പിന്നെ ബെൽറ്റും ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ അവിടെ കറക്റ്റായിട്ട് നിന്നോളും. പിന്നെ കാണൂല എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ആ ഒരു ഓപ്പൺ ആയിട്ടുള്ളത് അവിടെ ഉണ്ടാകൂല. പിന്നെ അതിന് ഫൂട്ട് മാറ്റി കൊടുക്കണേ. ലെഫ്റ്റ് ഫൂട്ടും റൈറ്റ് ഫൂട്ടും എന്ന് പറഞ്ഞാണ് ഫൂട്ട് വാങ്ങാൻ കിട്ടും, 2 ഫൂട്ട്. അപ്പോൾ അത് വെച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ മലത്തി പിടിച്ച് കാണ്ട് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു വൃത്തിക്ക് ഇൻവിസിബിൾ സിബ്ബ് കിട്ടുള്ളൂ. അല്ലെ ഞാൻ എന്താ വെച്ചാൽ മറ്റേതാണ് വെച്ചെങ്കിൽ എങ്ങനെ ആയാലും അതിൻ്റെ ആ ഉള്ളിലേക്ക് ഇങ്ങോട്ട് അടി വരില്ല. അപ്പോൾ അതേമാതിരി തന്നെ ചെയ്തുകാണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും വെച്ചുകാണ്ട് പിന്നെ 2 ലോക്ക് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിങ് ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അപ്പുറത്തും അടിച്ചു കൊടുക്കുക. സിബ്ബൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ താഴെ ഭാഗം കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ബാക്കി വരുന്ന സിബ്ബ് കട്ട് ചെയ്ത് കളയുക. പിന്നെ ആ സിബിൻ്റെ താഴെ ഭാഗം അടിച്ചു നിൽക്കണമെന്നില്ല കേട്ടോ. കാരണം അതൊക്കെ
ഇങ്ങനെ അടിച്ച് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പെടും. പിന്നെ എന്താണ് ലോക്ക് ചെയ്ത് ചെയ്യണോൽക്ക് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതല്ല ഇങ്ങനെ മടക്കിക്കാണ്ട് ഉള്ളിക്കാക്കിക്കാണ്ട് മടക്കി അടിച്ചണോൽക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ താഴെ ഭാഗത്ത് 3 ഇഞ്ചാണ് നമ്മൾ ഇട്ടുകൊടുത്തിൻ്റെ. അപ്പോൾ അത് കറക്റ്റ് വലിപ്പം ഒന്നും കൂടെ നോക്കുക, കൺഫേം ചെയ്യുക. എന്നിട്ട് വേണം മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് എല്ലാ ഭാഗത്തും ഒരേ മടക്കന്നെ ആകാൻ ശ്രദ്ധിക്കുക. അതിപ്പോൾ അളവെടുത്ത് അങ്ങനെ മടക്കിക്കാണ്ട് പോയാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ഒരടി കൊടുക്കുക. പിന്നെ നമുക്ക് അതിനൊരു ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ അരവണ്ണം എത്രയാണോ എന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ഇതും വെക്കണം കേട്ടോ. ഇത് പിന്നല്ല ഹുക്ക്, അതേതാണ് വേണ്ടത് വെച്ചെങ്കിൽ അത് കൊളുത്താണ് ഞാൻ അതിൽ വെച്ച് കൊടുക്കേണ്ടത്. അത് ഞാൻ തുന്നണത് എടുത്തിട്ടില്ല വീഡിയോ. അപ്പം അത് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതും കൂടെ ചെയ്യട്ടോ. ബെൽറ്റ് ഇടാനുള്ളത് അടിച്ചു വെച്ചിനു, അതും കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്, താങ്ക് യു.